യോഗീശ്വര സംഘം എന്നുള്ള നമ്മുടെ കേരളത്തിലെ കേരള യോഗീശ്വര സംഘത്തിന്റെ പ്രതിനിധികളാണ് നമ്മുടെ വാർത്താ സമ്മേളനത്തിന് എത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഗവർണറുള്ള, ഇതിന്റെ സംസ്ഥാന സെക്രട്ടറി ഞാനാണ്. എന്റെ പേര് അജിത് കുമാർ. ഇത് സംസ്ഥാന ട്രഷററാണ് സോമശേഖരപിള്ള. നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് യോഗീശ്വർ. നമ്മുടെ മുൻ സെക്രട്ടറിയാണ് അടുത്തിരിക്കുന്നത് ശ്രീ അനിൽ ഭഗവതിക്കും. നമ്മുടെ മേഖലാ ഭാരവാഹിയാണ് സന്തോഷ്. കേരളത്തിലെ ഏകദേശം 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ വരുന്നൊരു സമുദായമാണ് യോഗീശ്വര സമുദായം. 1963 നമ്മൾ ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. കേരള യോഗീശ്വര സംഘം എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഒരു മൈനോറിറ്റി സർവേ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജാതി സംവരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ട് ഒരു സർവേ വരുന്നുണ്ട്. അപ്പോൾ അതില് നമ്മുടെ ഒരു സമുദായത്തിനെ കൂടി ഉൾപ്പെടുത്തി ഒരു സംവരണം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ, 1% സംവരണം കൊണ്ടുവരുന്ന രീതിയിൽ ഒരു നിവേദനം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മളിവിടെ ഒരു പത്രസമ്മേളനം അനൗൺസ് ചെയ്തിരിക്കുന്നത് യോഗീശ്വര സംഘത്തിന്റെ 61ാം വാർഷിക സമ്മേളനം നമ്മുടെ വേറ്റനാട് ഗാന്ധി സ്മാരക മണ്ഡപത്തിൽ വെച്ച് വരുന്ന ഞായറാഴ്ച, അതായത് 25-ാം തീയതി നടക്കുന്നുണ്ട്. 3 മണിയാണ് സമയം. നമ്മുടെ ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതെല്ലാം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാർഷിക സമ്മേളനം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ വാർത്താ സമ്മേളനങ്ങളെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ വരുന്ന 25-ാം തീയതി നമ്മൾ ഏവരുടെയും സാന്നിധ്യം നമ്മൾ ഈ ഒരു വാർഷിക സമ്മേളനത്തിന് പ്രതീക്ഷിക്കുകയാണ്. വാർഷിക സമ്മേളനത്തിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പങ്കെടുക്കണം. നമ്മുടെ പരിപാടിയുടെ മാക്സിമം കവറേജ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന മാധ്യമങ്ങളെ കൊടുത്ത് ഒരു പൂർണ്ണമായ സഹകരണം നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗവർണറുള്ള എത്തി നിൽക്കുന്ന സംസ്കൃതത്തിലുള്ള അർത്ഥം കൈലാസനാഥനായ പരമശിവനെ ആരാധിച്ചിരുന്ന യോഗീശ്വര ശിവ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ധ്യാന, യോഗവിദ്യ, ആത്മവിദ്യ, താന്ത്രിക, മാന്ത്രിക, ചികിത്സാവിദ്യ തുടങ്ങിയവയിൽ അഭിരഗണ്യതയുള്ളത്. സന്യാസിമാരുടെ പിന്തുടർച്ചക്കാരായാണ് യോഗീശ്വരരെ 1931 ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നത്. കൈലാസത്തിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നവരായിരുന്നു യോഗീശ്വരർ. ശുചീന്ദ്രം വഴിയാണ് യോഗീശ്വരർ കേരളത്തിലേക്ക് എത്തിയത്. 1963 തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് സ്ഥാപിതമായ കേരള യോഗീശ്വര സംഘത്തിന്റെ 61ാം വാർഷികാഘോഷങ്ങൾ 2024 ഓഗസ്റ്റ് 25-ന് തിരുവനന്തപുരം ജില്ലയിലെ വേറ്റനാട് ഗാന്ധി സ്മാരക മണ്ഡപത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു എന്ന വിവരം സസന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പിന്നെ കൊല്ലം ജില്ലയിലെ ചെരുപ്പറമ്പ്, ചടയമംഗലം ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ OBC-യിലാണ് വരുന്നത്. OBC-യിൽ പെടുത്തിയിരിക്കുന്നതാണ്. ഇല്ല, ഇപ്പോ ഒരു സ്കോളർഷിപ്പ് OEC-യിൽ വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. OEC-യിൽ പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾക്കെല്ലാം OBC-യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു സ്വതന്ത്ര സമുദായമാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ പോകുന്നത്. ഈ യോഗീശ്വര തിരുവനന്തപുരത്ത് മാത്രമാണോ അതേ മറ്റ് ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുണ്ട്? നമ്മള് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെയെല്ലാം ഇതൊരു സ്വതന്ത്ര സമുദായമായിട്ടാണ് നിലനിൽക്കുന്നത്. കേരളത്തില് അങ്ങോളങ്ങളും ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്, അതായത് നമ്മുടെ സമുദായ അംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വെള്ളനാട്, വട്ടപ്പാറ, നെടുമങ്ങാട്, ഭരതന്നൂര് ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. കൊല്ലം ജില്ലയിലെ
രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ യോഗീശ്വര സഭ. അപ്പൊ അത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. കേരള യോഗീശ്വര സംഘത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരം തമിഴ്നാട് ഘടക പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം 28ഓളം ക്ഷേത്രങ്ങളും ഈ സമുദായത്തിന്റെ കീഴിൽ ഉണ്ട്. തിരുവനന്തപുരം കൊല്ലം 2222 വലിയ വലിയ മേജർ ക്ഷേത്രങ്ങളുണ്ട്.